ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ലാസ്റ്റ് കണ്ടത് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ഡോക്ടറെയുമല്ല. കാരണം നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ഡോക്ടർക്ക് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈമും വൈകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഡോക്ടറെ നൈസായിട്ടൊന്ന് സ്വിച്ച് ചെയ്തു കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും കൊറോണയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്കും കൂടെ ഇടാനൊന്നും ഓർക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചധികം പേടിയായത് കൊണ്ട് തന്നെ അരിയത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ മാസ്കും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ യൂസ് ചെയ്യലുണ്ട്. വരുമ്പോൾ തന്നെ ഇവളെയും കൈ കഴുകിക്കും, ഞാനും കൈ കഴുകിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടോ. ഈ ഇടിക്കുന്ന സാധനം കുറച്ച് നാളായി ഞാനോളെ വാങ്ങണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. മീഷോന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം, ഇതും തന്നെ വാങ്ങാമല്ലോ, നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ ഓക്കെ. പക്ഷെ നേരിട്ട് ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. നേരിട്ട് വാങ്ങുമ്പോൾ ഒന്നും കൂടി ഒരു തൃപ്തിയാണ്. നമ്മൾ കണ്ട് നമ്മൾ തൊട്ട് നോക്കി നല്ലതാണെന്നൊക്കെ എൻഷുർ ചെയ്തിട്ടാണല്ലോ വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആ ഇടിക്കണ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് വല്ലാണ്ട് കിടന്നു കേട്ടോ. കാരണം നമുക്ക് ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മഴയും കൂടെ ആയല്ലോ. അങ്ങനെ വെയിലും ഉണ്ട്, അതുപോലെ തന്നെ മഴയും ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണല്ലോ. പിന്നെ ക്വെഞ്ചിൻ്റെ ഈ ഒരു പാച്ച് നമ്മൾ പിമ്പിൾസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അത്ര നല്ല പ്രൊഡക്റ്റ് അല്ല കേട്ടോ. റിവ്യൂസ് നോക്കിയിട്ടാണ് വാങ്ങിയത്. ആദ്യം നല്ലത് തോന്നി, പിന്നീട് നോക്കുമ്പോഴാണ് അത്ര റിവ്യൂ ഇല്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് വലിയൊരു മാറ്റം തോന്നിയില്ല. സോ